ലേറ്റായി വന്നാലും ഫാസ്റ്റായി വിറ്റഴിക്കുകയാണ്. പറഞ്ഞു വരുന്നത് നമ്മുടെ ക്രിസ്മസ് പുതുവത്സര ബമ്പറിന്റെ കാര്യമാണ്. എപ്പോഴും പൂജാ ബമ്പറിന്റെ നറുക്കെടുപ്പിനൊപ്പമാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പർ പുറത്തിറക്കുന്നത്. പക്ഷേ ഇത്തവണ സർക്കാർ സമ്മാനഘടന ഒന്ന് പരിഷ്കരിക്കാൻ നോക്കി. ചെറിയ തുകയുള്ള സമ്മാനങ്ങൾ കുറച്ചെന്ന പേരിൽ ഏജന്റുമാരുടെ പ്രതിഷേധമായി അച്ചടി പാതി വഴി നിർത്തേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ക്രിസ്മസ് പുതുവത്സര ബമ്പർ വിപണിയിൽ ഇറങ്ങിയത് ആഴ്ചകൾ വൈകിയാണ്. പക്ഷേ അതൊന്നും ഒരു പ്രശ്നമേ ആയില്ല. നറുക്കെടുപ്പിന് 2 ആഴ്ച ബാക്കിയുള്ളപ്പോൾ തന്നെ കഴിഞ്ഞ വർഷം വിറ്റഴിച്ച ടിക്കറ്റ് എണ്ണമായ 33 ലക്ഷം മറികടന്നു. 11 ലക്ഷം ടിക്കറ്റുകൾ കൂടുതലായി വിറ്റ് കഴിഞ്ഞു. നമ്മളുമായി വിഷമത്തിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇരട്ടിയിൽ കൂടുതൽ ഇപ്പോൾ സെയിലുണ്ട്. കുറച്ചുകൂടെ ജനകീയമായും തോന്നുന്നു. ആദ്യത്തെ 25 കോടി പ്രഖ്യാപിച്ചപ്പോൾ അന്ന് മുതലാണ് ഒരു ബമ്പറിൻ്റെ ഒരു തലവര മാറുന്നത്. ഇത് 20 കോടി എന്നുള്ള ഒരു ബേസിങ്ങിൽ അത് ഓടുന്നുണ്ട്. കാരണം ഈ 10 കോടി എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു പുച്ഛമാണ്. ഇപ്പോൾ 20ഉം 25 എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. ഞാൻ ക്രിസ്മസ് ബമ്പർ ഞാൻ 2 ലാസ്റ്റിൽ ഒരെണ്ണം കൂടെ എടുക്കും. ഓണം ബമ്പർ 5 എടുത്തില്ല, ഒരെണ്ണത്തിൽ 5000 രൂപ കിട്ടും. ഓരോ ദിവസം പിന്നിടുമ്പോഴും വിൽപ്പന ഓണം ബമ്പർ പോലെ കുതിക്കുകയാണ്. ക്രിസ്മസ് ബമ്പറിന്റെ ആകർഷണം എന്താണെന്നോ ഈ 20 കോടി തന്നെ. തിരുവോണം ബമ്പറിന് 25 കോടിയാണ്, ക്രിസ്മസ് ബമ്പറിന് 20 കോടി. അതായത് ഓണം ബമ്പർ അടിച്ചാൽ എങ്ങനെ കോടീശ്വരനാകാമോ അതുപോലെയൊക്കെ തന്നെ ക്രിസ്മസ് ബമ്പർ അടിച്ചാലും കോടീശ്വരനാകാം. കിട്ടിയ ഒന്നിച്ച് കിട്ടുമല്ലോ. ചെറുത് കിട്ടിയിട്ട് കാര്യമില്ല. വലുത് കിട്ടിയാൽ കുറെ ആൾക്കാർക്ക് സഹായം ചെയ്യാം. എല്ലാം ദൈവം കിട്ടിയ ഊട്ടി ഇല്ലേ ചട്ടി. ശരിക്കും തിരുവോണം ബമ്പറിന്റെ പിൻഗാമിയാണ് ക്രിസ്മസ് ബമ്പർ എന്ന് ലോട്ടറിയിൽ ഭാഗ്യം പരീക്ഷിക്കുന്നവർ ഓരോ ദിവസത്തെയും വിൽപ്പന കണക്കിലൂടെ തെളിയിക്കുകയാണ്. കേരള ഭാഗ്യക്കുറിയുടെ ബമ്പറുകളിൽ രാജാവ് തിരുവോണം ബമ്പർ തന്നെ. പക്ഷേ 2ാം സ്ഥാനം ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഉറപ്പിക്കുകയാണ്. കാരണം 400 രൂപ വിലയുള്ള ടിക്കറ്റിന് 1ാം സമ്മാനം അടിച്ചാൽ 20 കോടി രൂപയാണ് കയ്യിൽ കിട്ടുന്നത്. തിരുവോണം ബമ്പർ കഴിഞ്ഞാൽ കേരള ഭാഗ്യക്കുറി നൽകുന്ന ഏറ്റവും വലിയ സമ്മാന തുകയാണിത്. 20 പേർക്ക് 1 കോടി രൂപ വീതം 2ാം സമ്മാനവും 3ാം സമ്മാനമായി 10 ലക്ഷം വീതം 30 പേർക്കും കിട്ടുന്നു. എടുത്ത് വയ്ക്കണം. ഈ ക്രിസ്മസിന്റെ ആർക്കെങ്കിലും എന്തെങ്കിലും നമുക്ക് കിട്ടിയില്ലെങ്കിലേ ഗവൺമെന്റ് ഭാഗമായിട്ട് ഒരു പങ്കാളിയായി. ബമ്പർ എടുക്കുന്നവർ മുഴുവൻ മലയാളികളൊന്നുമല്ല, ഇതര സംസ്ഥാനക്കാർ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ ഈ ശബരിമല തീർത്ഥാടന കാലത്ത് ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഇറങ്ങിയത് ലോട്ടറി വകുപ്പിന് വലിയ അനുഗ്രഹമായിട്ടുണ്ട്. വൈകിയാണ് എത്തിയതെങ്കിലും റെക്കോർഡ് വിൽപ്പനയിലേക്ക് കുതിക്കുന്നതിന് പല ഘടകങ്ങളുണ്ട്. ഒന്ന്, മഴയില്ലാത്ത അനുകൂല കാലാവസ്ഥ തന്നെ പ്രധാനം. പിന്നെ 60 ദിവസത്തിലധികം നീണ്ട മണ്ഡലകാലം ക്രിസ്മസ് ബമ്പർ വിൽപ്പനയ്ക്ക് അനുകൂലമായി എന്നാണ് ഏജന്റുമാർ വിലയിരുത്തുന്നത്. ഇത് ഓണം ബമ്പറിന് പോലും ഇത്ര സെയിൽ നേരത്തെ തുടങ്ങിയെന്ന് തോന്നുന്നില്ല. ശബരിമല സീസൺ എപ്പോഴായാലും ലോട്ടറി വിൽക്കുന്നവർക്ക് എന്തായാലും നല്ല ആഘോഷമുള്ള സമയമാണ്. ഒരുപാട് ടിക്കറ്റ് പോകുന്ന സമയമാണ്. ശബരിമല തിരക്ക് കൂടുന്ന അപേക്ഷിച്ച് ഇവിടെയും തിരക്ക് കൂടും. ഏജന്റുമാർക്ക് അച്ചടിച്ച് നൽകിയത് 40 ലക്ഷം ടിക്കറ്റുകളാണ്. അവസാനം ഒരാഴ്ച ഉണ്ടാകാറുള്ള വിൽപ്പനയിലെ ട്രെൻഡ് 2 ആഴ്ചയ്ക്ക് മുൻപേ ഉണ്ടായതിനാൽ നറുക്കെടുപ്പ് നടക്കുന്ന ഫെബ്രുവരി 5-ന് മുൻപ് ഇനിയും ടിക്കറ്റ് അച്ചടിക്കേണ്ടി വരുമെന്ന് ഉറപ്പ്. ക്യാമറാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.